നന്നാകുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ സമയത്ത് നിങ്ങൾ മാതൃകയാക്കേണ്ടത് ആരെയാണ്? കണ്ട സിനിമാ നടീനടന്മാരെയല്ല, കണ്ട അനാവശ്യമായ സീരിയലുകളെയല്ല, കണ്ട കോപ്രാട്ടിത്തരങ്ങളെയല്ല. നിങ്ങൾ മാതൃകയാക്കേണ്ടത് ബഹുമാനപ്പെട്ട ബീബി ആയിഷ, ബഹുമാനപ്പെട്ട ബീബി ഖദീജ. ഈ രണ്ട് മഹദികളുടെ ചരിത്രം നിങ്ങൾ വായിക്കണോ? ആ മഹദികളുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ കടക്കണോ? ആരാണ് ഖദീജ ബീബി എന്ന് പഠിക്കണോ? അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം ബഹുമാനിച്ചിരുന്ന ഭാര്യയാണ് ബീബി ഖദീജത്തുൽ കുബ്ര. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവിയോട് ഇത്ര സ്നേഹം ഉണ്ടാവാനുള്ള കാരണം? 40 വയസ്സിൽ കല്യാണം കഴിച്ച പെണ്ണായതുകൊണ്ടല്ല. ഖദീജ ബീവി നബിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. നബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സെക്സിന്റെ പേരിലുള്ള സ്നേഹമല്ല നബിനെ ഖദീജ ബീവി സ്നേഹിച്ചത്. ലൈംഗിക ബന്ധത്തിന്റെ പേരിലുള്ള സ്നേഹമല്ല നബിയെ ഖദീജ ബീവി സ്നേഹിച്ചത്. ഇസ്ലാം മതത്തിലുള്ള സ്നേഹം ഖദീജ ബീവിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് ഏറ്റവും അധികം പ്രകടമാക്കിയത്. അബൂബക്കർ സിദ്ദീഖിനേക്കാൾ മുമ്പ് ഇസ്ലാം മതം വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖാണ്. പക്ഷേ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹിനെ കൊണ്ട് ആദ്യം വിശ്വസിക്കുന്നത് ആരാ? ബഹുമാനപ്പെട്ട ബീവി ഖദീജ. ഖദീജ ബീവിക്ക് വളരെ നേരത്തെ തന്നെ അറിയായിരുന്നു എന്റെ കൂടെ വരുന്ന ആള് മുഹമ്മദ് നബിയാണ്. അതുകൊണ്ടാണ് ഖദീജ ബീവി വാശി പിടിച്ചത്, എനിക്ക് മുഹമ്മദിനെ തന്നെ നിക്കാഹ് ചെയ്യണം. കച്ചവടത്തിന് ഷാമിലേക്ക് പോയപ്പോൾ ആകാശത്തിലുള്ള മേഘങ്ങൾ വന്ന് റസൂലുള്ളാഹിക്ക് നിഴലിട്ട് കൊടുക്കുന്നത് ഖദീജ ബീവിയുടെ കണ്ണുകൊണ്ട് കണ്ടു. ജിന്നുകൾ വന്നുകൊണ്ട് സലാം പറയുന്നത് ഖദീജ ബീവി കേട്ടു. കല്ലുകൾ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് സലാം പറയുന്നത് ഖദീജ ബീവി കണ്ടു, കേട്ടു. ഇതൊക്കെ കണ്ടപ്പോൾ ഖദീജ ബീവിക്ക് മനസ്സിലായി തന്റെ കൂടെ നടക്കുന്നവർക്ക് ഇത് സാധാരണക്കാരനല്ല, പിൽക്കാലത്തെ പ്രവാചകനാണ്. ആ മുഹമ്മദിനെ ഭർത്താവായി ഖദീജ ബീവി സ്വീകരിക്കുമ്പോ മുഹമ്മദ് നബിയുടെ കയ്യിൽ കാശില്ല കേട്ടോ, അയ്യോ പൈസയില്ല. ദരിദ്രനിൽ ദരിദ്രനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. നിരക്ഷര കുക്ഷിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നിരക്ഷര കുക്ഷിയായ ദരിദ്രനിൽ ദരിദ്രനായ മുഹമ്മദ് നബിനെ മുതലാളിച്ചിയായ ഭാഗ്യവതിയായ മക്കയിലെ രാജാത്തിയായ കുലീനതയുള്ള കുടുംബത്തിൽപ്പെട്ട ഖുവൈലിദിന്റെ മകളായ ഖദീജ ബീവി കല്യാണം കഴിക്കുമ്പോ ഖദീജ ബീവി മക്കയിലെ കോടീശ്വരത്തിയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരിക്കൽ റസൂലുള്ളയും അന്ന് റസൂലായിട്ടില്ല, 25 വയസ്സാണ്, അല്ലമീനാണ്. മക്കക്കാരൊക്കെ നബിനെ അന്ന് എന്താ വിളിച്ചിരുന്നത്? അല്ലമീൻ. 40 വയസ്സായപ്പോഴാണല്ലോ നബി നബിയായത്, നുബുവത്ത് കിട്ടുന്നത്. റസൂലുള്ളാഹി കല്യാണം കഴിക്കുമ്പോൾ 25 വയസ്സല്ലേ ഉള്ളൂ. അന്ന് അല്ലമീൻ എന്നാ മക്കക്കാര് വിളിച്ചിരുന്നത് നബിനെ. അല്ലമീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിശ്വസ്തൻ. അബൂജാഹിലും എന്ന് വിളിച്ചിരുന്നത് റസൂലുള്ളാഹിനെ അല്ലമീൻ, ഉത്ബത്തും എന്ന് വിളിച്ചിരുന്നത് റസൂലുള്ളാഹിനെ അല്ലമീൻ, ഷൈബത്തും എന്ന് വിളിച്ചിരുന്നത് റസൂലുള്ളാഹിനെ അല്ലമീൻ. എല്ലാവരുടെയും അല്ലമീനായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. അങ്ങനെ ആ നബിയും ഖദീജ ബീവിയും തമ്മിൽ ഒരു സമയത്ത് കഅബത്തിന്റെ അടുത്ത് കൂടെ അങ്ങനെ നടന്നു പോകുക, കയ്യും പിടിച്ചു. അപ്പോ അബൂജാഹില് ഉത്ബത്തിന് ഒരു തോണ്ട് തോന്നി. ഉത്ബത്തിന് തോണ്ടിയിട്ട് അബൂജാഹിൽ പറഞ്ഞു, അങ്ങോട്ടൊന്ന് നോക്കാം. എന്നിട്ടൊരു കമന്റ്, മുതലാളിച്ചിയായ ഖദീജയുടെ തൊഴിലാളിയായ ഭർത്താവായ മുഹമ്മദ്. കണ്ടോ, അബൂജാഹിൽ ഒന്ന് കളിയാക്കിയതാ. കാരണം മുഹമ്മദ് നബിയുടെ കയ്യിൽ കാശില്ല, ദരിദ്രനാണെന്ന് അബൂജാഹിലിന് അറിയാം. ഖദീജ ബീവിയാണല്ലോ മക്കയിലെ ഏറ്റവും വലിയ പണക്കാരി. ഖദീജ ബീവിയാണ്. ഖദീജ ബീവിനെ വെല്ലുന്ന പണം അബൂജാഹിലിന്റെ കയ്യിലുമില്ല, ഷൈബത്തിന്റെ ഇല്ല, ഉത്ബത്തിന്റെ ഇല്ല, ആരുടെ കയ്യിലുമില്ല. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരത്തെ ഖദീജ ബീവിയാണ്. അതിനെ കളിയാക്കിക്കൊണ്ട് പറയാണ്, മുതലാളിച്ചയായ ഭർത്താവിന്റെ തൊഴിലാളിയായ ഭർത്താവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞ ഈ വാചകം ആര് കേട്ടു? എന്റെ ഉമ്മമാരുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ കൊണ്ടുവരുന്നത്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ കാതുകൊണ്ട് കേട്ടു, ചെവി കൊണ്ട് കേട്ടു. അവിടുന്ന് കേട്ടിട്ടൊരക്ഷരം മിണ്ടാതെ വീട്ടിലേക്കങ്ങ് പോയി.
വീട്ടിൽ ചെന്നുകൊണ്ട് ഖദീജ ബീവി തന്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി, പരിചാരകന്മാരെ വിളിച്ചു വരുത്തി, തന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലയോ എന്റെ കുടുംബക്കാരെ, വീട്ടുകാരെ, പരിചാരകന്മാരെ, എനിക്കൊരാഗ്രഹം പറയാനുണ്ട്. എന്താണ് ആഗ്രഹമെന്നല്ലേ? സൗദി അറേബ്യ ഇന്ന് വരെ കാണാത്തൊരു ഭക്ഷണം, മക്ക ഇന്ന് വരെ കാണാത്തൊരു സദ്യ ഖദീജയുടെ വീട്ടിലൊരുക്കണം കേട്ടോ. ആ സദ്യക്ക് അബൂജാഹിലുണ്ടായിരിക്കണോ, ആ സദ്യക്ക് ഉത്ബത്തുണ്ടായിരിക്കണോ, ആ സദ്യക്ക് മക്കക്കാരെ മുഴുവനുണ്ടായിരിക്കണോ, ആളൊന്നിച്ചൊരു ആടറുത്തുകൊണ്ടുള്ള സദ്യയായിരിക്കണം. എല്ലാവർക്കും ഒരു ആട്, അബൂജാഹിലിനൊരാട്, ഉത്ബത്തിനൊരാട്, ശൈബത്തിനൊരാട്, ഖാലിദിനൊരാട്, വലീദിനൊരാട്. അപ്പൊ 1000 ആളുണ്ടെങ്കിൽ 1000 ആൾക്ക് ഓരോ ആട്. അങ്ങനെ അറുത്തുകൊണ്ടുള്ള ഒരു ആട് മജ്ബൂസ് വെച്ചുകൊണ്ടുള്ള ഒരു സദ്യ നമ്മുടെ വീട്ടിൽ നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വീട്ടിൽ ചെന്ന് പറഞ്ഞു. സദ്യക്ക് ഓർഡർ കൊടുത്തു, മെനു തയ്യാറാക്കി, ആടറുത്തു, ഭക്ഷണം തയ്യാറാക്കി, ബിരിയാണി തയ്യാറാക്കി. മക്കക്കാരി മുഴുവനും ഖദീജയുടെ വീട്ടിലെത്തി. ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോ ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 2 വേലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങള് ആ ഇരിക്കുന്ന കസേരയുണ്ടല്ലോ, അത് അബൂജാഹിലിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിടണം. എന്ത് കസേര? സുബ്ഹാനല്ലാഹ്, സ്വർണത്തിന്റെ കൊലുസ് കുത്തിപ്പതിപ്പിച്ച കസേര, മരതക വൈഢൂര്യം, മുത്ത്, പവിഴം, രത്നങ്ങൾ പതിച്ച കസേര, രാജാക്കന്മാരുടെ കൊട്ടാരത്തിലുള്ള കസേര. ആ കസേര കൊണ്ടുപോയിട്ട് അബൂജാഹിലിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ടു. അപ്പൊ ഈ കസേര കണ്ടപ്പോ അബൂജാഹിൽ പറഞ്ഞു, കണ്ടോ, ഈ കസേര ഖദീജ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾക്ക് ഭക്ഷണം തരുമ്പോ ഖദീജക്ക് വന്നിട്ട് ഈ കസേരയിലിരിക്കാനാണ്. എന്നിട്ട് കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് അവൾക്ക് അഹംഭാവം നടിക്കാനാണ്. അത്ര വലിയ കോടീശ്വരത്തിയാണ് ഖദീജ എന്ന് അബൂജാഹിൽ ഇങ്ങനെ ഖദീജ ബീവിനെ പറ്റി പറഞ്ഞു. ഭൃത്യന്മാര് ആ കസേര കൊണ്ടുപോയിട്ട് അബൂജാഹിൽ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് കസേരയിട്ടു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അന്ന് പ്രവാചകനല്ലെങ്കിലും പിന്നീട് പ്രവാചകനായിട്ടുണ്ട്, അല്ലമീനാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കുളിപ്പിച്ചുകൊണ്ട് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സുന്ദരനാക്കിക്കൊണ്ട് ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് അതാ പാട്ടും പാടിക്കൊണ്ട് കസേരയുടെ തൊട്ടടുത്തേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുവരികയാണ്. എന്ത് പാടിയിട്ടാണ് കൊണ്ടുവരുന്നത്? മർഹബാ 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 ഹിലം വസഹിലാ മർഹബാ മർഹബാ യാ റസൂലല്ലാഹ് സലവാത്തും തഹിയാത്തും അലാ ഹമീം സുമുറൻ സുമുറാ തർഹീമും തർദിയാത്തും അലൈഹി സലാം എന്നിങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബിയുടെ കൈ പിടിച്ചുകൊണ്ട് അബൂജാഹിലിന്റെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന കസേരയിൽ കൊണ്ടുവരികയാണ്. ഖദീജ ബീവി പേരെടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, നീ എന്താ പറഞ്ഞത് അബൂജാഹിലേ? അടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുഹമ്മദ് നബിയും കൂടി അല്ലമീനും കൂടി മക്കയുടെ കാബത്തിന്റെ തൊട്ടടുത്ത് കൂടെ നടന്നു പോകുമ്പോൾ നീ എന്താ പറഞ്ഞത്? തൊഴിലാളിയായ മുഹമ്മദിന് മുതലാളിച്ചിയായ ഭാര്യ ഖദീജ എന്ന് നീ വിളിച്ചു പറഞ്ഞതല്ലേ? എടാ അബൂജാഹിലേ, നീ ഇപ്പൊ കേട്ടോ, നീ പറഞ്ഞോ, എനിക്കുള്ള സകലമാന സ്വത്തുക്കളും മുടയാടകളും, എനിക്കുള്ള ഒട്ടകങ്ങളും, എനിക്കുള്ള ഈത്തപ്പനത്തോട്ടങ്ങളും, എനിക്കുള്ള വൈഢൂര്യങ്ങളും മരതകങ്ങളും രത്നങ്ങളും സ്വർണങ്ങളും ഗോമേ
ഗോമേതകങ്ങള്, എനിക്കുള്ള ഈത്തപ്പനത്തോട്ടങ്ങള്, എനിക്കുള്ള സകലമായ ദിനാറുകളും ദിർഹമുകളും എന്റെ ഭർത്താവായ ഈ കസേരയിലിരിക്കുന്ന മുഹമ്മദിന് ഞാനിതാ തീറെഴുതി കൊടുത്തിരിക്കുന്നു. ഇന്ന് മുതൽ മുഹമ്മദ് കോടീശ്വരനാൻ, ഖദീജ ദരിദ്രയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ പറഞ്ഞോളൂ, മുതലാളിയായ മുഹമ്മദിന്റെ തൊഴിലാളിച്ചിയായ ഭർത്താവാണ് ഖദീജാന്ന് ഇന്ന് മുതൽ വിളിച്ചു പറഞ്ഞോളൂ എന്ന് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ട് കണ്ണിലങ്ങ് വെള്ളം നിറച്ച് കരഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, ആ മക്കയിലെ കോടീശ്വരത്തിയായ ഖദീജ ബീവിയുണ്ടല്ലോ, അവസാനം സൗദി അറേബ്യയിലെ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹിനെ ഒറ്റപ്പെടുത്തിയിട്ട് ഉപരോധമേർപ്പെടുത്തി. മക്കയിൽ റസൂലുള്ളാഹിക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല, റസൂലുള്ളാഹിനോട് മിണ്ടാൻ പാടില്ല, റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോകാൻ പാടില്ല എന്നിങ്ങനെ മക്കക്കാര് ഉപരോധമേർപ്പെടുത്തിയപ്പോ ആ സമയത്താണ് ഖദീജ ബീവി രോഗബാധിതയാകുന്നത്, മരണത്തിലേക്ക് വഴുതി വീഴുന്നത്. അവസാനം മരണപ്പെടുന്നതിന്റെ മുമ്പ് വെള്ളത്തിന് ദാഹിക്കുന്ന ഖദീജ ബീവി, ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഖദീജ ബീവിക്ക്, കോടീശ്വരത്തിയായ ഖദീജക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ റസൂലുള്ളാഹിന്റെ കയ്യിൽ വകയില്ലാതെ വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? സൗദി അറേബ്യയിലെ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് ആ മലയുടെ മുകളിലുള്ള ഉണക്കപ്പുല്ല് പറിച്ചു കൊണ്ടുവന്നിട്ട് അതുകൊണ്ടുവന്ന് കുത്തിപ്പീഞ്ഞ് ചാറെടുത്തിട്ട് ആ ഉണക്കപ്പുല്ലിന്റെ നീരെടുത്തിട്ട് ഖദീജക്ക് കുടിക്കാൻ കൊടുത്തല്ലോ. അങ്ങനെ ലോകത്തിന്റെ കോടീശ്വരത്തിയായ ഖദീജ ബീവി ആ ഉണക്കപ്പുല്ലിന്റെ ചാറ് കുടിച്ചിട്ടാണ് മരണപ്പെട്ടു പോയതെന്ന് അറിയുന്ന പെങ്ങന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അറിയേണ്ടവരല്ലേ? അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി പണം സമ്പാദിച്ചു വെച്ചവര് ചിന്തിച്ചോ, നാളെ ഖദീജ ബീവി കടക്കുന്ന സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ? അതിനുള്ള പവർ നമുക്കുണ്ടോ? എല്ലാ സമ്പത്തും ഇസ്ലാമിന് വേണ്ടി ധർമ്മം ചെയ്തതിന്റെ ശേഷം അവസാനം മരിക്കുന്ന സമയത്ത് പട്ടിണി കിടന്നുകൊണ്ട് മരണപ്പെട്ടു പോയ ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ, അതാണ് ഖദീജാണ് എനിക്ക് ഏറ്റവും പ്രേമമുള്ളതെന്ന് ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഈ സംഭവം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ കണ്ണിൽ വെള്ളം നിറച്ച് കരയുകയാണ്. ഇത്രയും എനിക്ക് പ്രിയപ്പെട്ട ഖദീജ ബീവിയേക്കാൾ എനിക്ക് ലോകത്ത് ആരോട് പ്രിയമുണ്ടാകാനാണ്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ സദസ്സ് ഇവിടെ സമാപിക്കപ്പെടുന്ന സമയത്ത് സ്ത്രീകൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു സദസ്സാണ്. സ്ത്രീകളുടെ പേരിലാണ് നമ്മളിന്ന് സബ്ജക്ട് വെച്ചത്. സ്ത്രീകളുടെ വിഷയമാണ് നമ്മൾ പ്രമാദമായി ചർച്ച ചെയ്തത്. ഈ സമയത്ത് നിങ്ങളോട് എല്ലാവരോടും, പുരുഷന്മാരോടും സ്ത്രീകളോടും എല്ലാവരോടും പറയുന്നു, ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്ര